ബസ് പോയിട്ടില്ല. അയ്യോ, ഒരു കാര്യം മറന്നു. എന്താ രമേശേട്ടാ? ഞാൻ പോയിരുന്നുണ്ടാ. എന്താണെന്ന് പറയൂന്നേ. ഞാൻ ആ സ്വെറ്റർ മടക്കി കട്ടിൽ വെച്ചിരുന്നു, മറന്നു. സ്വെറ്ററോ? ഞാൻ എന്താ കാശ്മീരിലേക്ക് പോണേ? നിനക്കറിയില്ല, തിരുനെല്ലിൽ നല്ല തണുപ്പായിരിക്കും. മോളിറങ്ങി, ഞാൻ പറഞ്ഞെത്താം. മോൾ അവിടെ ഇരിക്കും, എനിക്ക് സ്വെറ്റർ ഒന്നും വേണ്ട. ലേക്ക് പറയുന്നത് കേൾക്ക്. ചുമ്മാ രമേശേട്ടാ. ദേ ബസ് വരുന്നു. അയ്യോ, ഇത്ര പെട്ടെന്നോ? ദേ നേരത്തിന് വീട്ടിലൊന്നും എല്ലാം കഴിക്കണം കേട്ടോ. ഓ പിന്നെ ഞാൻ തിരുനെല്ലിന്ന് വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ? ഒന്നും കൊണ്ടുവരണ്ട, നീ വേഗം ഇനി വന്നാ മതി. ആളുടെ കേറ്. കമ്പി പിടിച്ചോ. ലേറ്റായി പോയി. ടീച്ചറുടെ കൂടെ ചെല്ലണേ. ജാക്ക് ആൻഡ് ജിൽ went up the hill to fetch a pail of water. Jack fell down and broke his crown. ടീച്ചർ, ആ ഇപ്പൊ വന്നേ ഉള്ളൂ അല്ലേ? കുട്ടികളെ കൃത്യനിഷ്ഠ പഠിപ്പിക്കേണ്ട രക്ഷിതാക്കൾ തന്നെ ഇങ്ങനെ വൈകിയാൽ എന്ത് ചെയ്യും? ടീച്ചർ, ഒരു സീരിയസ് പ്രശ്നമുണ്ട്. എന്താ? ഇപ്പൊ ഒരു പുതിയ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കണ്ടു. അതെ, ഇന്ന് വന്നതാ. ഒരു ടെസ്റ്റായിട്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞതാ. എഫിഷ്യന്റ് ആണെന്ന് തോന്നി അപ്പോയിന്റ് ചെയ്യും. അത് വേണ്ട ടീച്ചറെ. ഞാനിത് പറയുന്നത് ശരിയല്ല, പറയാതിരിക്കുന്നത് ദ്രോഹമാണ് താനും. നമ്മുടെ കുട്ടികളെ നല്ലത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ടീച്ചർ. എന്ത് പറ്റി രമേശൻ നായരെ? അത് ആ കുട്ടിയുടെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയാം. ഒരിക്കൽ ആ കുട്ടിയെ ഹോട്ടലിൽ വെച്ച് പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ ഇവിടെ വേണോ ടീച്ചറെ? നേരാണോ ഇത്? നേര്. നമുക്ക് നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാമെങ്കിൽ 100% നേര്. എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇട്ട് കൊടുത്തൊരു കടയായത്. ഇവനൊന്നും നേരെ ആവില്ലെന്നേ. കഷ്ടായി പോയി. എവന് വേണ്ടിയൊന്നും ബുദ്ധിമുട്ടിയിട്ട് ഒരു കാര്യമില്ല. രമേശേട്ട ഒപ്പിച്ചു കൊടുത്ത ബാങ്ക് ലോണായി കിടക്കുന്നത്. മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ തന്നെ. ഇന്നലെ രാത്രി വന്ന ദാസം കടയും തല്ലി പൊളിച്ചിട്ട് നാട് വിട്ടെന്നാ കഴിവി. ആര് പറഞ്ഞു? ആരോ അന്തരീക്ഷത്തിൽ നിന്നും ആന്റിനെ വെച്ച് പിടിച്ചെടുത്തതാ. കഷ്ടായിപ്പോയി. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ആ ബാധ ഒഴിഞ്ഞു പോയല്ലോ. അങ്ങനെയൊന്നും പറയരുത് ബാല. ദാസൻ നല്ലവനായിരുന്നു. ഇവിടെ എന്താ വേണ്ട? ഒരു കച്ചവടക്കാരൻ എപ്പോഴും ലാഭത്തെ പറ്റി ചിന്തിക്കും. എന്റെ ബിസിനസ്സിൽ എന്ത് കിട്ടിയാവോ? ഹെഡ് മിസ്സസ് പറഞ്ഞു താങ്കൾ ഈ നാട്ടിലെ വലിയൊരു മഹാനാണെന്ന്. എനിക്കും അത് ബോധ്യമായതാണല്ലോ. 2 മഹത്തായ കാര്യങ്ങളല്ലേ താങ്കൾ എനിക്ക് ചെയ്തു തന്നത്. സാധനങ്ങൾ വാങ്ങാൻ വന്നാണെങ്കിൽ വാങ്ങാൻ പോകാം. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? എന്റെ കാര്യങ്ങൾ നിങ്ങളല്ലേ ഇപ്പൊ തീരുമാനിക്കുന്നത്. ഇവിടെ കച്ചവടത്തിന്റെ തിരക്കാ. എനിക്ക് തിരക്കില്ല, കാത്തു നിൽക്കാം. എന്ത് കാര്യത്തിന്? ദേ ഞാൻ അവിടെ ഉണ്ട്, കട പൂട്ടുന്നവരെ നിൽക്കാം. എനിക്ക് കുട്ടിയോടൊന്നും പറയാനില്ല. വെറുതെ എന്നെ എന്തിനു കാത്തു നിൽക്കണം? ഈ ജന്മത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. സമൂഹത്തിലെ തിന്മകളെ ഞാൻ എന്നും എതിർത്ത് പോന്നിട്ടുണ്ട്. അവിടെ ഞാൻ ആരുടെ മുഖം നോക്കാറില്ല. നോക്കാൻ നിങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ടായിട്ട് വേണ്ടേ? കുരുടനാണ് നിങ്ങൾ. തിമിരം ബാധിച്ച 2 കണ്ണുകളാണ് ദൈവം നിങ്ങൾക്ക് തന്നത്. എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് വലിയൊരു വിജയിയെ പോലെ നിങ്ങൾ പോയി. ദിവസം മുഴുവൻ കോടതി മുറ്റത്തെ വെയിലിൽ കണ്ണീരോടെ ഞാൻ നിന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായപ്പോ കോടതി എന്നെ വെറുതെ വിട്ടു. പക്ഷെ നിങ്ങൾ വിട്ടില്ല. ഞാൻ വൃത്തികെട്ടൊരു പെണ്ണാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിയുന്നത് അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വെച്ച് അത് വിളിച്ചു കൂവിയപ്പോഴാണ്. കോടതിക്ക് ചിലപ്പോഴൊക്കെ തെറ്റുപറ്റാറുണ്ട്. ഹേ മനുഷ്യ, ഒരു ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ എന്നെ ഹോട്ടലിൽ വിളിച്ചോണ്ട് പോയതാ. ചേച്ചി നമുക്ക് പോവാം, നേരെ ഒത്തിരി വൈകി. നീ ഒന്ന് അടങ്ങിയിരിക്കെ, അങ്ങേരിപ്പം വരും. ജോസഫേട്ടൻ പല തിരക്കുള്ള ആളാ. എങ്കിൽ നമുക്ക് നാളെ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണാം. വീട്ടിൽ ആരും ചെല്ലുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഞാൻ ഏറെ നിർബന്ധിച്ചിട്ടാ നിനക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചത്. കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്. എന്നാലും ചേച്ചി, ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു ലോഡ്ജിൽ ഇത്രയും വൈകിട്ട് വീട്ടിൽ എങ്ങനെ കയറി ചെല്ലും? നമുക്ക് പോവാൻ ചേച്ചി. വന്നു തോന്നേ. വരൂ വരൂ. ഞാൻ ഇത്തിരി വൈകി. ഇതാണോ കുട്ടി? അതെ, അവള് പേടിച്ചിരിക്കുക. രാത്രിയായെന്നും പറഞ്ഞ്. പാവം കൊച്ചാ. ജോസഫേട്ട എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണം. നമുക്ക് ശരിയാക്കാം. അന്നാമ്മ പറയുമ്പോ എങ്ങനെയാ തട്ടിക്കളയുന്നത്? കുട്ടി അതുവരെ പഠിച്ചു? BA കഴിഞ്ഞു.
ഈ കാലത്ത് അതൊന്നും വലിയ പഠിപ്പല്ല. പോലീസുകാർക്കും വക്കീലിനും ജഡ്ജിക്കും ഒക്കെ അറിയാം സത്യം. പക്ഷേ ദയവ് ഇത് ഒരു ജോലി ചെയ്ത് ജീവിക്കാനെങ്കിലും എന്നെ അനുവദിക്കണം. യെസ്, അന്നത്തെ കോടതി വിധിയുടെ കോപ്പി ഫയൽ ചെയ്തിട്ടുണ്ട്. ജോലി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഒരു സ്ത്രീ ആ കുട്ടിയെ ഹോട്ടൽ മുറിയിൽ കൊണ്ട് ഇരുത്തിയതാണ്. അപ്പൊ ശരിക്കും അവള് നിരപരാധിയാണല്ലേ? അതെ, ചതിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ എസ്കേപ്ഡ്. കോടതിക്ക് അത് ബോധ്യമായതുകൊണ്ടാണ് ആ കുട്ടിയെ വെറുതെ വിട്ടത്. ഇനിയും പഠിപ്പിക്കാം. പഠിച്ച് പഠിച്ച് നാളെ കലക്ടറായിട്ട് ഇവള് നമ്മളെ പോറ്റുവാനായിരുന്നല്ലോ വിചാരം. ഉള്ളതല്ലേ അവക്ക് വേണ്ടി ചെലവാക്കി. ഒടുവിൽ സമ്പാദിച്ചു തന്നതോ ചീത്തപ്പേരും. നീ കുറച്ച് സ്വയം തരണുണ്ടോ? എനിക്ക് കുറച്ച് തണ്ണുണ്ട് മനുഷ്യ. വേറൊരു പെൺകുട്ടി ഇവിടെ വളർന്നു വരുന്നുണ്ടല്ലോ. നാളെ അതിന്റെ ഗതി എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അമ്മേ, ഇനി ആ വിളി എനിക്ക് കേൾക്കണ്ടടി. ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടല്ല അമ്മ എന്നെ ഇങ്ങനെ ശപിക്കുന്നത്. ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കാൻ നിനക്ക് എവിടെയെങ്കിലും പോയി തൊലഞ്ഞൂടെ? അമ്മേ ഓടി എന്റെ മുമ്പിൽ നിന്ന്. ഓടി. എന്താ? എല്ലാരും എന്നോട് പൊറുക്കണം. ഈ കുട്ടിയെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാ. ഓഹോ, ഇത് പറയാനാണോ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്? നാട്ടുകാരെ മുന്നിൽ വെച്ച് വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ചിട്ട് തെറ്റിദ്ധരിച്ചതാത്രേ. ദ്രോഹി. എടോ, എല്ലാ വീട്ടിലും കയറി ചെന്ന് താൻ പറയോ ഇവൾ നിരപരാധിയാണെന്ന്? നീ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഒരിക്കൽ ചീത്തയായ പേര് പിന്നെ ഒരിക്കലും നന്നാക്കി എടുക്കാൻ പറ്റില്ല. പ്രതിവിധികളുണ്ടല്ലോ. എന്ത് പ്രതിവിധി? കല്യാണം ഞാൻ നടത്തും, ചെലവുകളും ഞാൻ വഹിക്കും. ബുദ്ധിമുട്ടണമെന്നില്ല. വല്ലവന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നല്ലാതെ അയാൾ ഒരു തെമ്മാടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആരാടി തല കെട്ടി വെച്ചത്? ആരാണെന്ന് തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് പുറത്താക്കാൻ ഞാൻ. ആ ഇനി നിങ്ങൾ ആ കുട്ടിയെ ദ്രോഹിക്കരുത്. ദ്രോഹിച്ചാൽ ഇയാൾ എന്തോ ചെയ്യും? തെറ്റ് എന്റേതാണ്. ചെയ്യാത്ത തെറ്റിന് ആ കുട്ടിയെ ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ താൻ കൊണ്ടുപോയി രക്ഷിക്കണോ? രക്ഷിക്കും. എനിക്കുണ്ട് വീടും കുടുംബമൊക്കെ. ഇനി ഒരാളെ കൂടെ സംരക്ഷിക്കാനുള്ള ചുറ്റുപാടും ഉണ്ട്. പേടിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. കുട്ടി വിഷമിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. മനസാക്ഷിയില്ലാത്ത ആളുകൾ. ആ രമേശൻ നായരോ ആ കുട്ടിയെ പറഞ്ഞു വിട്ടു കേട്ടോ. അറിഞ്ഞു. അത് എനിക്കൊരു അബദ്ധം പറ്റിയതാ ടീച്ചറെ. ആ കുട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ ചീത്തയല്ല. വളരെ വളരെ നല്ല കുട്ടിയാ. പോലീസ് അവളെ തെറ്റിദ്ധരിച്ചു പോയതാ. ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനി അവളെ അപ്പോയിന്റ് ചെയ്യാം. അയ്യോ, മാനേജർ വേറെ ആളെ എടുത്തു പോയല്ലോ. അത് മാനേജരോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും. ഇനിയൊരു നിവൃത്തിയില്ല. രമേശൻ നായരെ, ശരിക്കുള്ള സത്യം അറിയുന്നതിന് മുമ്പ് നമ്മൾ ആരെ പറ്റിയും ഒരഭിപ്രായം പറയാൻ പാടില്ല. ശരിയാണ്, ശരിയാണ്. അമ്മേ, അമ്മേ, മോൾ എവിടെ ചേച്ചി? ഉറങ്ങി. ഇത്ര നേരത്തെയോ? എത്രയും നേരത്തെ ഉറക്കുന്നതാ നല്ലതെന്ന് തോന്നി. അവൾക്ക് കൊടുത്തേക്ക്. 5 സ്റ്റാറാ. അവിടെ എങ്ങാനും വെച്ചേക്ക്. എന്താ അമ്മേ, എല്ലാവർക്കും എന്ത് പറ്റി? ഇവിടെ വാടാ. ഇവിടെ ഈ കുട്ടി അറിയോ നീ? എങ്ങനെ ഇവിടെ എത്തി? ഈശ്വര, അപ്പൊ എല്ലാം നേരെ തന്നെ. പറ, ഇവിടെ എങ്ങനെ എത്തിയെന്ന്. എന്നെ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. എങ്ങനെയുള്ള അർത്ഥത്തിലായാൽ നീ പറഞ്ഞോ? പറഞ്ഞു എന്ന് വെച്ചാല്. നീ ഇനി വന്നേ. അല്ലമ്മ, ഞാനും ചോദിക്കട്ടെ. ഒന്നും ചോദിക്കണ്ട, നീ ഇനി വന്നേ. നീയും ആ പെണ്ണുമായിട്ട് എന്താ ബന്ധം? അമ്മക്ക് ഇനി അത് മനസ്സിലായില്ലേ? നിന്നെ ഇവിടെ ആരും വിളിച്ചില്ല. അമ്മ വിളിച്ചിട്ടാണോ ആ പെണ്ണിങ്ങോട്ട് കയറി വന്നത്? നിന്നോട് അപ്പുറത്തേക്ക് പോകാനാ പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കാരക്കൂട്ടിൽ ദാസിന് പെണ്ണ് കാണാൻ. എനിക്കതൊന്നും കേക്കണ്ട. ആ കുട്ടിയെ സംരക്ഷിച്ചോളാന്ന് നീ വാക്ക് കൊടുത്തോ ഇല്ലയോ? അമ്മ ഉദ്ദേശിക്കുന്ന ഒരർത്ഥവും അതിനില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളാണോ അമ്മേ? ഇതുവരെ ആയിരുന്നില്ല. ഇനിയും ആവില്ലമ്മേ. ദേ, ഇത് മുരിങ്ങച്ചോട്ടിൽ അച്ഛനായ മോൻ രമേശനാ.
ആ രമേശൻ ഭാര്യയില്ലാത്ത നേരം നോക്കി ഏതോ ഒരു പെണ്ണിനോട് വീട്ടിൽ കയറി വരാൻ പറഞ്ഞത് എന്തിന്? എടാ, നിന്റെ ചേട്ടത്തി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയെന്ന് അറിയാമോ? ആ സ്ത്രീക്ക് വട്ടാണ്. വട്ടില്ലാത്ത നിന്റെ ഭാര്യയെ വിശ്വസിക്കോടാ. രമേശ, പെണ്ണിന്റെ മനസ്സ് നിനക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. നാളെ നേരം വെളുക്കുമ്പം അവളെ വീട്ടിൽ കൊണ്ടുവിടണം. അത്രയല്ലേ ഉള്ളൂ? ആ ശരി, ഞാൻ കൊണ്ടുവിട്ടേക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവരോട് 2 വാക്ക് സംസാരിക്കണം. അനങ്ങിപ്പോരുത്. ആ മുറിയുടെ ഭാഗത്തേക്ക് വന്നേക്കരുത്, പറഞ്ഞേക്കാം. ആ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? കൊണ്ടുപോകുന്നില്ല, പോകുന്നേ ഉള്ളൂ. ബസ് വരും, ഇവിടെ നിൽക്കും, കുട്ടി അതിൽ കയറും, പോവും. ഇത് ബസ് സ്റ്റോപ്പാണ്, കൂടുതൽ സംസാരിക്കണ്ട. പിന്നെ എവിടുന്ന് സംസാരിക്കും? എവിടെ നിന്ന് സംസാരിക്കണ്ട. അമ്മ പറഞ്ഞതുപോലെ ആളുകൾക്ക് തെറ്റിദ്ധരിക്കാൻ നമ്മളായിട്ട് ഇടം കൊടുക്കരുത്. ഒരു സൽപ്പേരുണ്ടാക്കിയെടുക്കാൻ വർഷങ്ങളെടുക്കും. ചീത്തപ്പേരുണ്ടാക്കാൻ ഒരു നിമിഷം മതി കുട്ടി. മുരിങ്ങച്ചൂടിൽ രമേശൻ നായർ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കുള്ള മതിപ്പ് അന്വേഷിച്ചാൽ അറിയാം. ആള് വരുന്നു, സംസാരം വേണ്ട, പരിചയവും ഭാവിക്കണ്ട. എന്തായാലും സംഭവം ശരി തന്നെയാ. ആ എവിടേക്കാ രമേശേട്ടാ? ഞാനൊന്ന് തനിച്ച് ടൗൺ വരെ പോവാ. അതെന്താ തനിച്ചിട്ട് അവിടെ ഇപ്പൊ പേടിയാണോ? അല്ല, പറഞ്ഞേ ഉള്ളൂ. ഞങ്ങൾ വരട്ടെ. ഓ, എല്ലാ പ്രതീക്ഷയും നശിച്ചപ്പോ ഒരു പുൽത്തുരുമ്പ് കിട്ടിയെന്ന് വിചാരിച്ചു. എന്നെ ബസ് കയറ്റി വിടാനായിരുന്നെങ്കിൽ വീട്ടിൽ വെച്ച് എന്തിനാ പറഞ്ഞത് സംരക്ഷിച്ചോളാമെന്ന്? അങ്ങനെ പറഞ്ഞോന്ന് വെച്ച് നേരെ വീട്ടിൽ കയറി വരിക വേണ്ടത്. എന്റെ മുമ്പിൽ മറ്റൊരു വഴിയില്ലായിരുന്നു. ഏതായാലും ഇതൊരു ശരിയായ വഴിയായില്ല. കുട്ടി വീട്ടിൽ ചെന്ന് പേപ്പർ പരസ്യം നോക്കി എല്ലാ സ്ഥലത്തേക്കും അപേക്ഷയായി. എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല. ഞാനും ശ്രമിക്കാം. വേണ്ട, ഇത്രയൊക്കെ ചെയ്തു തന്നല്ലോ, അത് തന്നെ ധാരാളം. പിന്നെ വീട്. ഇനി എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വീടില്ല. എന്നേക്കുമായാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതെന്താ അങ്ങനെ? ഒന്നാമത്, ആ വീടുമായി എനിക്കൊരു ബന്ധമില്ല. അതെന്റെ വീടല്ല. എന്നുവെച്ചാ? ആ വീട്ടിലുള്ളവരും എന്റെ ആരുമല്ല. ആകെ ഉണ്ടായിരുന്ന മുത്തശ്ശി മരിച്ചപ്പോ കുഞ്ഞായിരുന്ന എന്നെ ഏറ്റെടുക്കാൻ ആളില്ലാതായി. അങ്ങനെ അവരെനിക്ക് അഭയം തന്നു. ബന്ധത്തിന്റെ പേരിലല്ല, മനുഷ്യത്വത്തിന്റെ പേരിൽ. മകളെപ്പോലെ എന്നെ വളർത്തി. പക്ഷെ ഞാൻ കാരണം അവരുടെ അഭിമാനത്തിന് ക്ഷതമേറ്റു. ഇനി അവിടേക്ക് കയറി ചെല്ലാൻ എനിക്കാവില്ല. നിങ്ങൾ വിഷമിക്കണ്ട. ഈ ലോകത്തുള്ള ആർക്കും ഇനി ഞാനൊരു ബാധ്യതയാവില്ല. തീരുമാനിച്ചു. എന്റെ വഴി എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്റെ നാശത്തിന് നിങ്ങളാണ് കാരണക്കാരനെന്ന് ഞാൻ ആരോടും പറയില്ല. കത്തും എഴുതി വെക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിൽ അജ്ഞാതയായ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു എന്നറിഞ്ഞാൽ അത് ഞാനായിരിക്കുമെന്ന് കരുതിയാൽ മതി. അതൊരു ജീവിക്കാനൊരു വഴിയാണ്ടേ. ഈ കലാരംഗത്ത് തന്നെ നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് ചേട്ടാ. എന്തോ എന്റെ ഈ മുഖം കണ്ടിട്ട് എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല. ഇയാളെന്താ കോടിമ തൂങ്ങിപ്പോണ? രമേശ് ചേട്ടാ, എങ്ങോട്ടാ? അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോവാ, തിരിച്ചു വന്നിട്ട് കാണാം.